നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനിലയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവജനമായി നിൽക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി തിരുനാമത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. എന്നാൽ അതിന് പകരം 11 മാത്രം ഞാൻ വായിക്കുന്നു. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. അതിൻ്റെ 6-ാം വാക്യം കൂടെ, അതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, ഇത് ദൃഷ്ടാന്തമായി നമുക്ക് സംഭവിച്ചു. 6ഉം 11 വാക്യങ്ങളിൽ അക്ഷരിക ഇസ്രായേലിൻ്റെ മരുഭൂമിയിലെ ചെങ്കടലിൽ കടന്ന് മരുഭൂമിയിലായിരുന്ന കാലഘട്ടം, ചെങ്കടലിൽ കടക്കുന്ന മുതൽ മരുഭൂമിയിലായിരുന്ന ആ കാലഘട്ടത്തെ ആ അപ്പോസ്തലൻ എടുത്ത് വിവരിച്ചിട്ട് 2 സ്ഥലത്ത് പറഞ്ഞു, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? എന്താണ് അവർ ചെയ്തത്? അവർക്ക് സംഭവിച്ച മരുഭൂമി വാസകാലത്ത് അവർക്ക് സംഭവിച്ച 5 പരാജയങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടാണ് ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു എന്ന് 2 നമുക്ക് ബുദ്ധിയുപദേശമായി എഴുതിയുമിരിക്കുന്ന ഓരോരുത്തരും പറഞ്ഞത്. എന്താണ് എന്താ അവരെക്കുറിച്ച് പറയുന്നേ? 1-ാം വാക്യം, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേയത്തിന് കീഴിൽ ആയിരുന്നു. ദൈവം ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ അവർക്ക് അന്ന് മുതൽ 2 കാര്യം ചെയ്തു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവർക്ക് കർത്താവ് അവർക്ക് കൂട്ടിനയച്ചു. അപ്പോൾ എന്നിട്ട് 2-ാം വാക്യം, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. അവരെ ചെങ്കടലിൽ കടന്നതിനെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ നമുക്കത് വായിക്കാമല്ലോ. ചെങ്കടലിൽ കടന്നതിനെക്കുറിച്ച് അവിടെ അപ്പോസ്തലൻ എഴുതുന്നു, അതിനെ അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു എന്ന് പറയുന്നു. അവരെ ചെങ്കടൽ 2ആയി വിഭാഗിച്ചപ്പോൾ വെള്ളം അവരെ 2 ഭാഗത്തും മതിലായി നിന്നു, മേഘം അവരുടെ മുകളിലും. അതിനിടയ്ക്കൂടാണ് അവർ പോയത്. അത് ആ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു എന്ന് കാണുന്നത്. എന്നിട്ട് അവരെ വിടുവിക്കാൻ ദൈവം ഉപയോഗിച്ച മോശയോട് ചേർന്നു. അതുമാത്രമല്ല, 4-ാം വാക്യം, എല്ലാവരും, ഈ ശ്രദ്ധിക്കേണ്ട അവസ്ഥ, എല്ലാവരും ചിലരും, ആ പദം കൂടെ നമ്മൾ വളരെ ശ്രദ്ധിക്കാം. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ മേഘത്തിലും സമുദ്രത്തിലും അവർ അങ്ങനെ ചെങ്കടലിൽ കടന്നപ്പോൾ അതിനെ സ്നാനത്തോട് തുല്യമായി പറഞ്ഞിട്ട് അടുത്ത് പറയുന്നു, ഒരേ ആത്മീയഹാരം എല്ലാവരും തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ചെങ്കടലിൽ കടന്നവരെല്ലാം, മരുഭൂമിയിൽ വന്നവരെല്ലാം, അവർക്കെല്ലാം ഒരേ ആഹാരം കിട്ടി, ആത്മീയ പാനീയം കുടിച്ചു. മാത്രമല്ല, എന്താണത്? അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്ന്. അതാരാണ്? അത് ക്രിസ്തുവാണ്. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ സ്നാനപ്പെട്ട കർത്തമേശ എടുത്തവർ എന്ന് പറയും. ആത്മീയ ആഹാരം തിന്നു, അപ്പോൾ ആത്മീയ പാനീയം കുടിച്ചു. പക്ഷേ അവർക്കെല്ലാവർക്കും പൊതുവായിട്ടുണ്ടായിരുന്ന. എന്നാൽ അടുത്ത 5-ാം വാക്യം, എങ്കിലും സ്നാനപ്പെട്ടു, ആത്മീയ ആഹാരം തിന്നു, കാര്യം ക്ലിയർ. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അതാ കട്ടി. എന്തുകൊണ്ടാണ്? അവരെ മരുഭൂമി, 5-ാം വാക്യം, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ മരുഭൂമിയിൽ പെട്ടുപോയി. 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ള
6 ലക്ഷത്തിൽ ചില്ലുവാനും പുരുഷന്മാരിൽ 2 വ്യക്തികൾ ഒഴിച്ച് ആണുങ്ങളാരും അവരുടെ സ്ത്രീകളും ഈ 40 വർഷത്തെ യാത്രക്കിടയ്ക്ക് മരുഭൂമിയിൽ തന്നെ അവസാനിച്ചു. ആരും അക്കരെ യോർദാൻ കടന്നില്ല. കലേബും യോശുവയും മാത്രം. ബാക്കിയുള്ളവരെല്ലാം അവസാനിച്ചു. അവരെ ദൈവത്തിൻ്റെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടാണോ അവരുടെ ഭാഗത്ത് ഉള്ള കുഴപ്പം കൊണ്ടാണ്. എന്നിട്ടാണ് അപ്പോൾ അവർ ഒരേ ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. കാര്യങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അവരിൽ എല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന് എഴുതിയിട്ടില്ല. ശ്രദ്ധിക്കണം, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ആ വാക്കുകൾക്ക് വളരെ അർത്ഥമുണ്ട്. എല്ലാവരും ദൈവം പ്രസാദിച്ചില്ലെന്നല്ല, മിക്ക പേരിലും. അപ്പം ദൈവം പ്രസാദിക്കാത്തവരെല്ലാം വഴിയിൽ വീണു. മറ്റു വാക്കിൽ പറഞ്ഞാൽ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ താല്പര്യപ്പെട്ടില്ല എന്നർത്ഥം. എന്താ? എന്നിട്ടാണ് പറഞ്ഞത്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. അല്ലെങ്കിൽ പുതിയ നിയമവിശ്വാസിക്ക് സ്നാനപ്പെട്ട ക്രിസ്തുവിനോട് ചേർന്ന് ആത്മീയ വിശുദ്ധ മേശയിൽ പങ്കാളികളായി മുന്നോട്ട് പോകുന്ന വിശ്വാസികൾ, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ, അവർക്കും പാഠമായി ദൃഷ്ടാന്തമായി ഭവിച്ചു. എന്തുകൊണ്ട്? അടുത്ത ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 5 കാര്യങ്ങൾ, 5 തകരാറുകൾ, മാരകമായ 5 പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു. എന്തൊക്കെ? ഇത് ദൃഷ്ടാന്തമാണ്. അതിൻ്റെ അർത്ഥം നമുക്കും വരാം. നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു പറയുമ്പോൾ അതുപോലെ നാമുമാകാം. ആകയാൽ നാം ഭയപ്പെടണം, നാം സൂക്ഷിക്കണം, നാം കരുതലുള്ളവരാകണം. എന്താ? 1 6-ാം വാക്യത്തിൽ അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ആ വിഷയം സകല പ്രശ്നങ്ങൾക്കും കാരണം അകത്തെ ദുരാഗ്രഹമാണ്. അവർ ദുർമോഹികളായി. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ വ്യക്തമായി കാണാം. ദുർമോഹികളായി, ദുരാഗ്രഹികളായി. ആഗ്രഹമുണ്ട്, ദുരാഗ്രഹികളായി. യാക്കോബ് ചോദിച്ചില്ലേ, യാക്കോബ് ലേഖനം 4-ാം അധ്യായം 1 മുതൽ 1-ാം വാക്യം തന്നെ, നിങ്ങൾ ചണ്ടയും കിളവോടുന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പുകഴ്ചകളിൽ നിന്നല്ലേ, മറ്റു വാക്കിൽ പറഞ്ഞാൽ ദുർമോഹങ്ങളിൽ നിന്നല്ലയോ. മോഹത്തിൻ്റെ പുറകെ അങ്ങ് പോകില്ലേ, വ്യാമോഹിപ്പിക്കുന്നതിൻ്റെ പുറകെ. ഒരു പഴയ പാട്ട് എനിക്ക് ഓർമ്മ വരുന്നു. സ്നേഹം കുറഞ്ഞുപോയി ത്യാഗികളിൽ മോഹങ്ങൾ പലതരം വർദ്ധിക്കുന്നേ. ഇന്നാരും പാടത്തില്ലത്. സ്നേഹം കുറഞ്ഞുപോയി ത്യാഗികൾ, അതിൻ്റെ സ്ഥാനത്ത് മോഹങ്ങൾ. അവർ ദുർമോഹികളായതുപോലെ, അവർ മോഹിച്ച പോലെ നാമം ദുർമോഹികളാകാതിരിക്കണം തന്നെ. ദൈവം കൊടുത്ത മേത്തരമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് സാരമില്ലാത്ത ആഹാരമാണ്, ഞങ്ങൾക്ക് ആരിറച്ചേരും. മിസ്രൈമിൽ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ മിസ്രൈമിലെ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന പൂർവ്വകാല അനുഭവങ്ങൾ, കാര്യങ്ങളെക്കുറിച്ച് അവിടെ കിടന്നപ്പം കരച്ചിലായിരുന്നു. എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മെച്ചമായതിന് തൃപ്തി, സാരമില്ലാത്ത ഒരു തൃപ്തിയും പറ്റാത്ത നിസ്സാര സാധനം, സൂപ്പർ ഫുഡ് ദൈവർക്ക് കൊടുത്തിട്ടും അതിന് സാരമില്ല. ആകാത്തതിന് വേണ്ടി മോഹികൾ. മോഹത്തിന് ഫലമായിട്ട് എന്ത് വരുമെന്ന് പുസ്തകത്തിലുണ്ട്. ഇത് സംഭവങ്ങളുടെ ഓർഡറിലല്ല ഇത് എഴുതിയിരിക്കുന്നത്. 5 കാര്യങ്ങളും സംഭവങ്ങളുടെ ഓർഡറിലല്ല. ആദ്യം മോഹത്തെ കൊണ്ട് കാണിച്ച് എല്ലാത്തിൻ്റെ അടിസ്ഥാന കാരണം അതാണല്ലോ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു ദൈവം പറയുന്നു. അപ്പോൾ ഇനി അടുത്ത് 7-ാം വാക്യം, ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റ് എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ അതുകൊണ്ട് മോശ പർവ്വതത്തിലായിരുന്നപ്പോൾ 40 ദിവസം അവൻ വരാതിരുന്നപ്പോൾ
അവർക്കൊരു ദൈവത്തെ കാണാം, കാണാൻ കൊള്ളാവുന്ന ദൈവത്തെ കാണാം. അപ്പോഴും മുടക്കമില്ലാതെ മന്നായുണ്ട്, മുടക്കമില്ലാതെ എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ദൈവത്തെ കാണുന്ന ദൈവത്തെ കാണാം, എല്ലാവരെയും മുന്നേ കാണിക്കാൻ. എന്നിട്ട് തിന്നാനും കുടിക്കാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ഇന്നും അത് തന്നെയല്ലേ കാണുന്നത്. വിഗ്രഹ ആരാധികളുടെ ലക്ഷണമാണ് ഇന്നത്തെ കളി. ഇന്ന് ആരാധനകൾ എന്ന് പറയുന്നു, കൺവെൻഷനുകൾ എന്ന് പറയുന്നു, 10,000-9,000 വാട്സുള്ള സെറ്റും വാദ്യോപകരണങ്ങളും കണ്ട് കൂട്ടി. ഇല്ല, നെബൂഖദ്നേസർ പറഞ്ഞ പോലെ കിന്നരം, തമ്പുരു, വീണ ഇതെല്ലാം വാദ്യനാഥം, സകലവിധ വാദ്യനാഥവും കേൾക്കുമ്പം എൻ്റെ ബിംബത്തെ വണങ്ങണം. അതുപോലെ സത്യദൈവത്തെക്കുറിച്ച് ബോധമില്ലാതെ ജീവിക്കാൻ, ദൈവത്തെക്കുറിച്ച് ബോധമില്ലാതെ കൂത്താടുകയാണ്. ദൈവഭയമില്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമില്ല. ഒന്ന് സന്തോഷിക്കണം. ആരാധന സന്തോഷമാണ്. ഏത് സന്തോഷം? ആത്മാവിലെ സന്തോഷമോ ജഡത്തിൻ്റെ ഉല്ലാസമോ? അവരിൽ ചിലർ, എല്ലാവരുമല്ല, അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്ന് ന്യായപ്രമാണത്തെ കാലത്ത് തന്നെ പറഞ്ഞിരിക്കെ. പുതിയ നിയമസഭയോ ദൈവസ്നേഹം വായി പറയും, പക്ഷെ പ്രവൃത്തിയോ മാമോനെ സേവിക്കുന്ന, മാമോന് വേണ്ടി ദൈവനാമം ഉപയോഗിക്കുന്ന, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത പ്രകടനക്കാരുടെ കൂട്ടമായി ദൈവസഭ മാറിയില്ലേ? വിഗ്രഹാരാധകരുടെ കൂട്ടം. ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു, കളിക്കാനും എഴുന്നേറ്റു. അവർ ഗാനപ്രതിഗാനം ചെയ്ത് പർവ്വതത്തിൻ്റെ മുകളിൽ കേട്ടു. ഇന്നും അതുപോലെയല്ലേ? അപ്പോൾ അങ്ങനെ ആകണമെന്നല്ല പറഞ്ഞേ, നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അടുത്ത വേഗം നീങ്ങട്ടെ. മൂന്നാമത്, ദുർമോഹികൾ, വിഗ്രഹാരാധികൾ. അടുത്ത, അവരിൽ ചിലർ പ്രസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ പിന്നെ പോയതുപോലെ നാം പ്രസംഗം ചെയ്യരുത്. പരസംഗം ചെയ്ത്, ഞാൻ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ ആ സംഭവം കാണാം. അതിൻ്റെ 3-ാം അധ്യായത്തിൽ ബിലെയാം വന്ന് ഇസ്രായേലിനെ ശപിക്കാനൊക്കെ നോക്കി, ദൈവം അനുവദിച്ചില്ല, അവനെ കൊണ്ട് ശപിക്കാൻ പറ്റിയില്ല. അപ്പം ഈ പത്രോസിൻ്റെ ഭാഷയിൽ വേണ്ട കൂലി കിട്ടിയില്ല അവന് പോകാൻ. അപ്പോൾ കൂലി കിട്ടാനൊരു മാർഗം, ഈ ജനത്തെ തകർക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവൻ തന്നെ പറയുന്നുണ്ട്, ഇതാ തനിച്ചു പറക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. അവൻ്റെ രാജാവിൻ്റെ അകത്തുണ്ട്, അവർക്കോ കാട്ടുപോത്തിനു തുല്യമായ ബലം. രാജകോലാഹലമാണ്. അങ്ങനെ തനിച്ചു പറക്കുന്ന യഥാർത്ഥ വേർപാട് പാലിച്ച ജനം. പക്ഷേ അപ്പം ബിലെയാം നോക്കി, ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ബാലാക്കിനെ അതങ്ങ് ഉപദേശിച്ചു, ബാലാക്കെ, ഇവരെ തകർക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, പെമ്പിള്ളേരെ അങ്ങോട്ട് ഇറക്കി വിട്ടേരെ, വേഷം കെട്ടിച്ച് ഇറക്കി വിട്ടേരെ. അതുപോലെ മോവാബ്യ പെൺകുട്ടികൾ ഇസ്രായേലി യുവാക്കളെ ആകർഷിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കാണുന്നതിൻ്റെ ഒരു പതിപ്പ്. ജനം പ്രസംഗം ചെയ്തു, ജനത്തിൻ്റെ തനിമ നഷ്ടപ്പെട്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടു, എല്ലാവരും കരയുക. ആ സമയത്താണ് ഫീനെഹാസ് രണ്ടുപേരെ ശരിയാക്കി. അന്ന് 23,000 പേർ ഒരു ദിവസം. നോക്കണേ, വീണ് പോയതുപോലെ നാം പ്രസംഗം ചെയ്യരുത്. ഇന്ന് അത് പരസ്യമായി പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. സെക്യുലർ മാധ്യമങ്ങളിൽ ദൈവജനം എന്ന് പറയുന്നവരുടെ ദുർനടപ്പിൻ്റെ ദുശ്രുതി കൊണ്ട് നിറയുന്നു. ചിലർ പറയുന്നൊരു ഒരു പദമുണ്ട്, പാസ്റ്റർമാർ അടച്ചു പറയും. ഇത് നടക്കുമ്പോൾ ഇങ്ങനെ ചിലരുടെ
പുഴുക്കുത്തുകളെ കുറിച്ച് പറയുമ്പോൾ സമൂഹം പറയുന്ന പാസ്റ്റർമാരെല്ലാം കള്ളന്മാരാ, അവന്മാരെല്ലാം പോക്കാ, എല്ലാവരെയും അടക്കിയ. എന്ത് ചെയ്യാൻ? ഞാൻ മോട്ട് ചെല്ലുന്ന അവരോട് ചെന്ന്, അല്ലെങ്കിൽ ഞാൻ ആഘാതമൊന്നും ചെയ്തില്ല, കട്ട് ഭുജിച്ചില്ല എന്ന് മറ്റവരോട് ചെന്ന് പറഞ്ഞ് വിശദീകരിക്കാൻ ഒക്കോ? ദുഃഖകരമായ സാഹചര്യം. വിശുദ്ധി നഷ്ടപ്പെട്ടോ, ദുർനടപ്പുകാരായി, ജഡമോഹികളായി. ദൈവസഭയിൽ ജനം മാറുന്നു. വേർപാട് നഷ്ടപ്പെട്ടു പോയി, ജീവിത വിഷയത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഇവിടെ പറയുന്നു, അവർ പ്രസംഗം ചെയ്ത് ഒറ്റ ദിവസം 24,000 പോയി, മൊത്തം 24,000. അതിൽ 24,000 പേര് ഒരു ദിവസം കൊണ്ട് പോയി. കാരണം മോഹാബ്യരുമായി പ്രസംഗം ചെയ്തു. ദൈവത്തിൻ്റെ മധ്യേ വിശുദ്ധിയെക്കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തതാണല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. വിശുദ്ധന്മാർ എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? മുന്നോട്ട് നീങ്ങണ്ട. അപ്പോൾ ദുർമോഹികളായി, ദൈവം കൊടുത്ത ഒന്നിലും തൃപ്തിപ്പെടാത്തവരായി, എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടാത്തവരായി, വിഗ്രഹാരാധികളായി, പ്രസംഗം ചെയ്യുന്നവരായി, വ്യഭിചാരികളായി. അടുത്ത 9-ാം വാക്യം, അവരിൽ ചിലർ, അവിടെ പറയുന്ന എല്ലാവരും ഒന്നല്ല, ചിലർ അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 5 മുതൽ 5-6 വാക്യങ്ങൾ നമുക്കിത് കാണാം. എന്താ? അവർ പരീക്ഷിച്ചു ആരെ? ദൈവത്തെ. മന്ന കൊടുത്ത്, പാറയിൽ നിന്നുള്ള വെള്ളം കൊടുത്ത്, മുകളിൽ മേഘം വിരിച്ച്, രാത്രി അഗ്നിസ്തംഭം കൊണ്ട് അവരെ നടത്തി, വേണ്ടതെല്ലാം ചെയ്തിയും പിന്നീട് ആവർത്തന പുസ്തകത്തിൽ വരുമ്പോൾ മോശ അവരോട് പറയുന്നുണ്ട്, 40 വർഷം നിന്റെ കാലിലെ ചെരുപ്പ് അഴിഞ്ഞു പോയി, കേടായില്ല. നീ ധരിച്ചിരുന്ന വസ്ത്രം കേടായില്ല. നോക്കണേ, അത്ര ഭദ്രമായി ദൈവരെ നടത്തിയിട്ട് ദൈവത്തെ പരീക്ഷിക്കുക. മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? ഇന്നും ഇതാണല്ലോ, 6 കഷ്ടത്തിന് വിടുവിച്ചവൻ 7-ാമത്തിലും തിന്മയോടാതെ നടത്തുമെന്ന് പറയാൻ ഇന്ന് ധൈര്യമില്ലല്ലോ. വെള്ളമില്ലാതെ വന്നപ്പോൾ ദൈവത്തെ പരീക്ഷിച്ചല്ലോ. എത്ര ദുഃഖകരം. അതുപോലെ ഇന്നും കാണുന്നത്. ഞാനത് വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ. മാത്രമല്ല, 5-ാമതായിട്ട് 10-ാം വാക്യം, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. അതുപോലെ നിങ്ങൾ ചെയ്യരുതെന്ന് ഓരോന്നും പറഞ്ഞേച്ച്, അതുപോലെ നിങ്ങൾ ചെയ്യരുത്, പിറുപിറുത്തു. സംഖ്യാപുസ്തകത്തിൽ കാണാം 10 പ്രാവശ്യം ഇവരോട് പിറുപിറുത്തു. വഴി നിമിത്തം പിറുപിറുപ്പ്, വെള്ളം കിട്ടാത്തപ്പോൾ പിറുപിറുപ്പ്, സർവത്ര അവരാഗ്രഹിക്കുന്ന ഒന്നും കിട്ടാതെ വന്നാൽ, ആ സമയത്ത് കിട്ടാതെ വന്നാൽ പിന്നെ പിറുപിറുപ്പ്. ചെങ്കടലിൽ കടന്നപ്പോൾ മുതൽ നോക്കിയാൽ മാറായി വന്നവൻ പിറുപിറുത്തു. പിന്നെ ഓരോ പിന്നെ ദേശം ഒറ്റ നോക്കി, നല്ല ദേശം എന്ന് പറഞ്ഞേച്ച് 10 പേര് വ്യാജം പറഞ്ഞപ്പോൾ അപ്പം തുടങ്ങി പിറുപിറുപ്പും കരച്ചിലും ആവലാതി എല്ലാം. ഇത് തന്നെയല്ലേ നാം നിസ്സാര കാര്യത്തിന് മുൻപിൽ എത്രയോ അത്ഭുതം ചെയ്ത് തൻ്റെ അളവറ്റ സ്നേഹം നമ്മുടെ മേൽ ചൊരിഞ്ഞ് പലരുടെയും ജ്ഞാനികളുടെ ശ്രേഷ്ഠന്മാരുടെ കണ്ണുകൾ ഈ സത്യം കാണുന്നപ്പോൾ ഒന്നുമില്ലാതെ കിടന്ന നമുക്ക് അവനെ കണ്ട് ഈ സത്യം മനസ്സിലാക്കി കർത്താവ് നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറന്ന് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കളെന്ന് എണ്ണപ്പെട്ടിരുന്ന നമ്മുടെ കണ്ണുകളെ തുറന്ന് നമുക്ക് ഈ സ്വർഗീയ രഹസ്യം വെളിപ്പെടുത്തി അതിമഹത്തായ രക്ഷയും അതിമഹത്തായ ഭാഗ്യവും നിത്യ തേജസ്സും നമുക്കായി ഒരുക്കി അതിനായിട്ട് നമ്മെ വിളിച്ച സൗജന്യമായി ഈ രക്ഷയെല്ലാം ഈ കൃപയെല്ലാം നമ്മുടെ മേൽ ചൊരിഞ്ഞ ദൈവത്തെ ജീവിത പ്രശ്നങ്ങളുടെ മുൻപിൽ മാനിക്കാൻ നാം തയ്യാറോ അതോ പെറുപോ? സഭകളിൽ, കുടുംബങ്ങളിൽ
എവിടെ നോക്കിയാലും പിറുപിറുപ്പ്. കാരണം ഉള്ളിൽ തൃപ്തിയില്ല. ഇന്നലെ നടത്തിയ ദൈവം, എന്നെ ഇന്ന പ്രശ്നത്തിന് വിടുവിച്ച ദൈവം ഇന്നെന്നെ വിടുവിപ്പാൻ കഴിവുള്ളവനാണ് എന്ന് ചിന്തിക്കുന്നില്ല. ചെറിയൊരു കാര്യം വരുമ്പോഴേക്ക് ദൈവത്തോട് പിറുപിറുക്കുന്നു. നമ്മുടെ ഹൃദയം ഇരുളുന്നു. പിറുപിറുപ്പുകാർ, ആവലാതിക്കാർ, തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവർ, അങ്ങനെ ലേഖനത്തിൽ കാണുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യരുത്. നോക്കണേ, എത്ര മനോഹരമായിട്ട് അപ്പോസ്തലൻ ചിത്രീകരിച്ചിരിക്കും. 40 വർഷം മേയത്തിന് കീഴിലായിരുന്ന അക്ഷീക ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞ അതുപോലെ അവർ ദുർമോഹികൾ, അതുപോലെ നിങ്ങൾ ദുർമോഹികളാകരുത്. അവർ വിഗ്രഹാരാധികൾ ആയതുപോലെ, അവരിൽ ചിലർ ആയതുപോലെ നിങ്ങളാകല്ലേ. യേശുവിൻ്റെ സ്ഥാനത്ത് മറ്റൊന്നും പ്രതീക്ഷിക്കല്ലേ. അവനല്ലാതെ കർത്താവിനുള്ള ഏകാഗ്രതയും ഭയഭക്തിയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകരുതേ. അപ്പോസ്തലൻ അങ്ങനെയാ പറയുന്നത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് അല്ലെങ്കിൽ ദുർനടപ്പാചരിച്ച് വിശുദ്ധി നഷ്ടപ്പെടുത്തി ശേഷം മനുഷ്യരെ പോലെ ആയതുപോലെ നിങ്ങളാകരുതേ. ഇസ്രായേലിൽ തിന്മ കാണുവാനില്ലെന്ന് പറഞ്ഞ ബിലയാമാണ്. അവനങ്ങ് പോയി കാശ് മാഞ്ചുകൊണ്ട്. പിറ്റേ ദിവസം അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് ഇസ്രായേൽ തിന്മയുടെ ബലതലമായി മാറി, വിശുദ്ധിയും വേർപാടും നഷ്ടപ്പെടുത്തി. അപ്പോൾ പരസംഗം ചെയ്യുന്നു വരുമ്പോൾ അവിടെ വേർപാട് നഷ്ടപ്പെടുന്നു, വിശുദ്ധി നഷ്ടപ്പെടുന്നു, തനിമ നഷ്ടപ്പെടുന്നു. ഇന്ന് ഇണയില്ലാപ്പിണ കൂടി നീതിയും അധർമ്മവും എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാതെ 2 കൊരിന്ത്യർ 6-ാമത്തിൽ വ്യക്തമായി പറയുന്നു. പരസംഗം ചെയ്ത്, ലോകത്തോട് പരസംഗം ചെയ്ത്, പാപത്തോട് വിട്ടുവീഴ്ച ചെയ്ത്, അപ്പോഴും പറയും ദൈവം ഞങ്ങളുടെ മധ്യമാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ ഇസ്രായേലാണ്. ലജ്ജാകരം. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഓരോ 5 കാര്യം 5 വിധത്തിൽ പാപം ചെയ്തല്ലോ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനെല്ലാവർക്കും ശിക്ഷയും ഉണ്ടായി. ഈ ലേവ്യ യാഗങ്ങൾ പറഞ്ഞപ്പോൾ ഈ അവസരത്തിൽ യാഗങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് അവർക്ക് യാഗങ്ങൾ കൊടുത്തു. അത് മനഃപൂർവ്വം പാപം ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല. എല്ലാത്തിനും എഴുതിയിരിക്കുന്ന അബദ്ധവശാൽ പഴിച്ചു പോയാൽ സംഭവിച്ചു പോയി. ഇതങ്ങനെയല്ലോ, മനസ്സുറപ്പിച്ച് മനസ്സ് കഠിനപ്പെടുത്തി ഈ തമിഴിൽ എഴുതിയിരിക്കുന്ന തുണികരമായ പാവം, തുണികരമായി, അല്ലെങ്കിൽ അങ്ങ് പാവം ചെയ്യാനൊരു മടിയുമില്ലാതെ ദൈവജനമേ വളരെ അതുപോലെ നിങ്ങൾ എല്ലാത്തിലും ഇത്. എന്നിട്ടാണ് പറഞ്ഞത്, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ഇതവർക്ക് സംഭവിച്ചു ദൃഷ്ടാന്തമായിട്ട്. ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്കോ ബുദ്ധി ഉപദേശത്തിന്. അപ്പോൾ ഇതൊന്നും നമ്മിൽ വരരുത്. അവർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചുപോയി. നാം പിറുപിറുപ്പുകാരും ആവലാതി പറയുന്നവരുമല്ല, കർത്താവിനെ സംതൃപ്തിയോടെ അവനെ സൂചിച്ച് എല്ലാറ്റിനും സ്തോത്രം ചെയ്ത് അവനെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ ഭാഗത്ത് നിലകൊള്ളേണ്ടവരാണ്. നാം ദൈവത്തെ പരീക്ഷിക്കേണ്ടവരല്ല. അതുപോലെ പരീക്ഷിക്കരുത്. ദൈവം നടത്തുന്ന വഴി ചോദ്യം ചെയ്യരുത്. ഏതേ നടത്തിയാലും രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ എന്തവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും അവൻ്റെ കർത്താവ് അറിഞ്ഞിട്ടാണ്, അവൻ്റെ കർത്താവിൻ്റെ അനുഭവത്തിലുമാണ് അവർക്ക് സംഭവിച്ച പരാജയം. ഈ 40 വർഷം അവർക്ക് മന്ന കൊടുത്തു, 40 വർഷം അവർക്ക് വെള്ളവും കൊടുത്തു, മേഘവും ഇരവിട്ടും അറിയില്ല. പക്ഷേ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതാ എന്നെ ഭയപ്പെടുത്തുന്നത്. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവരുടേത് നമുക്ക് ദൃഷ്ടാന്തമാണെന്ന്, നമുക്ക് അടയാളം മാതൃകയാക്കാനല്ല. അത് ചെയ്യരുത്. പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ, കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയവരെ, അതുപോലെ നാം ആകരുതേ. നമ്മുടെ തനിമ നഷ്ടപ്പെടരുത്. നാം ദുർമോഹികളാകരുത്. ഉള്ളതുകൊണ്ട് മതിയെന്ന് വെപ്പീൻ. സകലത്തിനും കർത്താവ് മതിയായവൻ, ഞാൻ എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ലെന്ന് പറഞ്ഞു. നാം വിഗ്രഹ ആരാധികളാകരുതേ.
കർത്താവിനെ പരീക്ഷിച്ച് കർത്താവിനോട് പിറുപിറുത്ത് ദൈവപ്രസാദം നഷ്ടപ്പെടുത്തി, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ. മാത്രമല്ല, ഇവർ മരുഭൂമിയിൽ വീണപ്പോൾ പ്രത്യാശയോടല്ലോ വീണത്. അവരെ ആരെയും മുഖത്ത് പ്രത്യാശയല്ല, സംതൃപ്തിയല്ല. ക്രിസ്ത്യ ജീവിതം ഇതുപോലെ നമുക്കും ഭാരമാകരുത്. നമ്മെപ്പോലെ ഇറങ്ങിയവർ വേറൊരു പശ്ചാത്തലത്തിലാണെങ്കിലും അവർ വഴിയിൽ അവസാനിച്ചു. അത് നമുക്ക് ദൃഷ്ടാന്തമാണ്. നാം ആരും അതുപോലെ ആകാതിരിക്കാൻ ഭയപ്പെടുക. വേറൊരു ഭാഗത്ത് എഴുതി ഞെളിയാതെ ഭയപ്പെടുക എന്ന് റോമാലേഖനത്തിൽ. ഞെളിയാതെ ഭയപ്പെടുക. ഇന്ന് ഞെളിഞ്ഞു നടക്കുന്ന പുള്ളികളെ കാണുന്നത് ഭയങ്കര ഞെളിച്ചില്ല. എന്നാൽ കൊമ്പുകൾ ചിലതിനെ ഒടിച്ചിട്ട് കട്ടളിവായി എന്നെ പുളിയുമരത്തിൻ്റെ ഫലപ്രദമായ വേരിനോട് ഒടിച്ചു ചേർത്തിയെങ്കിൽ ഞെളിയാതെ ഭയപ്പെടുക. ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ പ്രവാസകാലം കഴിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ശ്രദ്ധിക്കുക, അക്ഷരിക ഇസ്രായേലിന് 40 വർഷം കൊണ്ട് ഒരു തലമുറയെ മുഴുവൻ അവർ വഴിയിൽ അവസാനിക്കാൻ കാരണം ഈ 5 വിധമായ പാപങ്ങളാണ്. നിർമോഹം, വിഗ്രഹാരാധന, പരസംഗം, പരീക്ഷ, പെറുപിറുപ്പ്. എത്ര ഭയങ്കരം! പാട്ടോടെ ഇറങ്ങിയവർ വഴിയിൽ അവസാനിച്ചു. നമ്മളാരും അങ്ങനെ അവസാനിക്കുന്നത് പ്രാഗൽഭ്യത്തോടെ, പ്രത്യാശയോടെ, നിറഞ്ഞ ഹൃദയത്തോടെ, തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച് കർത്താവിനെ പോലെയായി അവനവനായി ഒരുങ്ങേണ്ടവരാണ്. അതിൽ നിന്ന് ആരും നമ്മെ അകറ്റാതിരിക്കട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗപിതാവേ, അങ്ങയുടെ വചനം ചിന്തിപ്പാൻ ഒരവസരം കൂടെ തന്നതിനായി സ്തോത്രം. അക്ഷരിക ഇസ്രായേൽ ദൈവത്താൽ വിടുവിക്കപ്പെട്ട് ചെങ്കടലിൽ കടന്ന് വാഗ്ദത്തനാടിനു വേണ്ടി യാത്ര ചെയ്തവർ 40 വർഷം കൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച മാരകമായ 5 പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചല്ലോ. അവർ ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യരുതെന്ന് ഞങ്ങളോട് അങ്ങ് ഉപദേശിക്കുന്നു. അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ കൃപ ചെയ്തമേ. നിങ്ങളെ തന്നെ കാത്തുകൊണ്ട് അങ്ങയുടെ നിർമ്മലരായി, അങ്ങയുടെ വേർപെട്ടവരായി, അങ്ങയുടെ വിശുദ്ധരായി നിലകൊള്ളുവാൻ കർത്താവേ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അവിടുന്ന് സംസാരിക്കണമേ. അത് ദൃഷ്ടാന്തമായിട്ടാണ്, ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തിനാണെന്ന് എഴുതിയിരിക്കുന്നല്ലോ. കർത്താവേ, വളരെ ഭയത്തോടെ നടുക്കത്തോടെ ഞങ്ങളുടെ പ്രവാസകാലം ചെലവഴിപ്പാൻ എല്ലാവരെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാണ്.